ഭാരത ഭേദാവകാശത്തിന്റെ 34ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈ പത്രസമ്മേളനം എടുത്തു പറയുമ്പോൾ എരുമേലിയിൽ വെച്ച് ഏറ്റവും ലളിതമായി ആനയും അമ്പാരിയൊന്നും ഇല്ലാതെ നമ്മുടെ വയനാട് ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരം ആഘോഷ പരിപാടികളിൽ നിന്നും പൂർണ്ണമായി ഒഴിവായി അതുപോലെ തന്നെ മഹാസഭയുടെ കെട്ടിട നിർമ്മാണം നടക്കുന്നതുകൊണ്ടും ആണ് എരുമയിൽ വെച്ച് വളരെ വിധമായി ഇത്തരം ഒരു സമ്മേളനം നടത്തുവാൻ ഭാരത് വേലൻ മഹാസഭ 34ാമത് സംസ്ഥാന സമ്മേളനം എരുമേലി റോട്ടറി ക്ലബ് ഓഡിറ്റോറിയത്തിൽ രാവിലെ 9 മണി മുതൽ നടത്തും. രാവിലെ 9 മണിക്ക് BVMS സംസ്ഥാന കമ്മിറ്റി രക്ഷാധികാരി VP ശശിധരൻ പതാക ഉയർത്തും. 9:15 പുഷ്പാർച്ചന നടത്തും. 9:30 പൊതുസമ്മേളനം നടക്കും. പൊതുസമ്മേളനത്തിൽ BVMS സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് VN ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ BVMS സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി AN പുരുഷോത്തമൻ സ്വാഗതം ആശംസിക്കും. പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ അവാർഡ് വിതരണം എരുമേലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജിമോൾ സജി നിർവഹിക്കും. BVMS സംസ്ഥാന കമ്മിറ്റി രക്ഷാധികാരി VP ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് BVMS സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി AN പുരുഷോത്തമൻ എരുമേലി മീഡിയ സെന്ററിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 25-ാം തീയതി രാവിലെ 9 മണിക്ക് പതാക ഉയർത്തൽ നടപടിയാണ്. 9:30 പുഷ്പാർച്ചനയോടുകൂടി പൊതുസമ്മേളനം ആരംഭിക്കുന്നു. സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പ്രസിഡന്റാണ്. സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അവർ. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ അധ്യയന വർഷം വിദ്യാഭ്യാസ അതായത് ഹയർ സെക്കൻഡറി SSLC ഈ ഭാഗങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അവാർഡ് ദാന ചടങ്ങുകൾ അത് ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കുന്നതും അതിനുശേഷം ഉച്ചകഴിഞ്ഞ് സംഘടനാ മീറ്റിൽ പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ്, വിവിധ കലാപരിപാടികൾ, ആദരിക്കൽ നടപടി, ഇത്തരം കാര്യങ്ങളാണ് ഈ സമ്മേളനത്തിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിനും മറ്റ് അധികാരികൾക്കും സംഘടനയുടെ നയ രൂപീകരണവും അതോടൊപ്പം തന്നെ നിർമ്മാണവും കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് BVMS ജോയിന്റ് സെക്രട്ടറിമാരായ ശോഭന സന്തോഷ്, NB സോമൻ, ഓഡിറ്റർമാരായ ഗോപാലകൃഷ്ണൻ, മധു PT, ലീല സോമൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എരുമേലി.